കലാ കായിക അക്കാദമിക രംഗത്തെ നേട്ടങ്ങളെ അടിസ്ഥാനപ്പെടുത്തി വിവിധ മേഖലകളിലെ മികച്ച സ്കൂളുകൾക്ക് അവാർഡ് ഏർപ്പെടുത്തുമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ഓരോ വിഭാഗത്തിലും മുൻപിലെത്തുന്ന സ്കൂളുകൾക്ക് ചീഫ് മിനിസ്റ്റർ സ്വർണ്ണക്കപ്പും 5 ലക്ഷം രൂപയും സമ്മാനമായി നൽകും. തൊട്ടടുത്ത സ്ഥാനക്കാർക്ക് 3 ലക്ഷവും 2 ലക്ഷവും രൂപ വീതമാണ് സമ്മാനം. സംസ്ഥാന സ്കൂൾ കലോത്സവ ഉദ്ഘാടന വേദിയിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. സ്കൂളുകളിലെ അവധിക്കാലം അങ്ങനെ മാത്രം തുടരണമെന്നതിൽ വിട്ടുവീഴ്ചയില്ല. ഇക്കാലത്ത് സാധാരണ ക്ലാസുകൾ അനുവദിക്കില്ല. കുട്ടികളെ കലാ കായിക കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്ന വിധത്തിൽ പരിശീലനം ഏർപ്പെടുത്തും. ഘട്ടം ഘട്ടമായി എല്ലാ കുട്ടികൾക്കും ഏതെങ്കിലും ഒരിനത്തിൽ പരിശീലനം നൽകുകയാണ് ലക്ഷ്യം. മൈതാനങ്ങൾ സംരക്ഷിക്കാനും നടപടി സ്വീകരിക്കും. കലാ കായിക അധ്യാപകരുടെ കുറവ് നികത്തും. പാഠപുസ്തകങ്ങൾക്കപ്പുറം കുട്ടികളെ നല്ല മനുഷ്യരാക്കി വളർത്താൻ സഹായിക്കുന്ന 6 ഇനം പദ്ധതികൾ നടപ്പാക്കും. കളിക്കാനുള്ള അവകാശം ഉറപ്പാക്കുന്ന നാരങ്ങ മിഠായി, ഡിജിറ്റൽ അടിമത്തം ഇല്ലാതാക്കൽ, ശകാര രഹിത വാരം തുടങ്ങിയവയാണ് ആ പദ്ധതികളെന്നും മന്ത്രി വിശദീകരിച്ചു. നാരി മനോഹരി തരുണ്യ ജയ ജയ ഭൂരി കാരുണ്യ ജയ ജയ ഭൂരി കാരുണ്യ വന്നിടുക ചാരത്തിക പാരിൽ തവ നേരൊത്തവരാരുത്തര ചാരത്തിക പാരിൽ തവ നേരൊത്തവരാരുത്തര